ഗസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലിന്റെ നടപടികളെ പറ്റിയുള്ള വാർത്തകൾ നൽകുന്നുവെന്ന് ആരോപിച്ച് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്താൻ നെതന്യാഹു ഏറെ നാളായി ശ്രമിച്ചിരുന്നു. ഇസ്രായേലിന്റെ നടപടിക്കെതിരെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് രംഗത്തെത്തി. സത്യം മറച്ചുപിടിക്കാനുള്ള നീക്കമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറഞ്ഞു. 70 പേർ അനുകൂലിച്ചപ്പോൾ 10 പേരുടെ എതിർപ്പോടെയാണ് നിയമം പാസാക്കിയത്. വെസ്റ്റ് ബാങ്കിലും ഗസയിലുമുള്ള അൽ ജസീറയുടെ ഓഫീസുകൾക്ക് നേരെ നിരവധി തവണ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. 2022 വെസ്റ്റ് ബാങ്ക് പട്ടണമായ ജെനിനിൽ ഇസ്രായേൽ സൈനിക റെയ്ഡ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അൽ ജസീറയുടെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ഷിറിൻ അബു അക്ലയെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊന്നിരുന്നു. അതേസമയം ദമസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ച് ഇസ്രായേൽ. ആക്രമണത്തിൽ 7 സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയും സിറിയൻ അധികൃതരും അറിയിച്ചത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ.